ക്രൂശിൽ നമ്മുടെ രക്ഷകനെ കണ്ടു. മഹാത്മാഗാന്ധി കണ്ടത് അദ്ദേഹം അനുഭവമാക്കി, നാം കണ്ടത് നമ്മുടെ പ്രസംഗമാക്കി. യാത്രയിൽ വെച്ച് കാലിൽ കിടന്ന ചെരിപ്പൂരി ചെകിട്ടത്ത് തട്ടിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങേ പ്രേരിപ്പിച്ച ഘടകമേതെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണർവും അന്യഭാഷയും നിർത്തിയിട്ട് ഒരു നിമിഷം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ മഹാദൈവത്തിന്റെ മുൻപിൽ എനിക്ക് കറയില്ലാതെ നിൽക്കാൻ പ്രാഗൽഭ്യമുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര അഭിഷിക്തന്മാർ ഇവിടെയുണ്ട്? മുഖപക്ഷമില്ലാത്ത വിധി. ഞാൻ ഭയത്തോടെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അഭിഷിക്തനായ ദാവീദേ നീയായാലും, ദൈവതേജസ് കത്തിയിറങ്ങിയ ജെറുസലേം ദൈവാലയമേ നീയായാലും, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമേ അവിടുന്നായാലും, എന്റെ ദൈവത്തിന്റെ കരം നീതിയോടെ ഉയർന്നാൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പിശകിയ കാഴ്ചപ്പാടുണ്ടായി. വിശദീകരിക്കുന്നില്ല. നമ്മുടെ സദസ്സിനും യോഗത്തിന്റെ മാന്യതയ്ക്ക് ഒട്ട് യോജിക്കാത്ത ദാവീദിന്റെ കൊട്ടാരത്തിൽ ഒരു കുട്ടി കല്യാണം നടന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ അകത്ത് വന്നു. ഒരു കൊല്ലമെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടി ജനിക്കുന്ന പ്രായം, അതാണല്ലോ പശ്ചാത്തലം. ഈ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ രാജകൊട്ടാരത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 56 പിഴയ്ക്കും ശിഷ്യൻ, എമ്പ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികൾ ആകെ കക്കും. അത് തന്നെ ദാവീദിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ അരങ്ങേറി. ഏതായാലും വേണ്ടില്ല, കകത്ത് വന്ന പ്രവാചകൻ ഒരു കൊച്ചു വിശദീകരണത്തോടെ തുടങ്ങി. എന്തായിരുന്നു വിശദീകരണം? നിന്റെ നാട്ടിൽ ഒരു നീചകൃത്യം നടന്നിരിക്കുന്നു. ദാവീദ് ചെവിയോർത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു സാധുവായ മനുഷ്യൻ, അവന് ആറ്റുനോറ്റ് വളർത്തിയൊരാടുണ്ടായിരുന്നു. ധനാഢ്യനായൊരു മനുഷ്യൻ, അവനൊരു കുഞ്ഞാടുണ്ടായിരുന്നു. നിരവധി ആടുകളുണ്ടായിരുന്നു. സാധുവായ മനുഷ്യന്റെ കുഞ്ഞാടിനെ പിടിച്ച് ധനാഢ്യനായവൻ അവന്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ കശാപ്പ് ചെയ്ത് വിളമ്പി. സാധുവിന്റെ ആടിനെയാണ് ധനാഢ്യൻ ഭക്ഷണമേശയിൽ വിളമ്പിയത്. ഈ നീചകൃത്യം നിന്റെ നാട്ടിൽ നടന്നിരിക്കുന്നു. എൻ്റെ ചിന്ത ഞാൻ പറയാം. ഇപ്പം നാട്ടിൽ ദാവീദിനെ കുറിച്ച് പുതിയ പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എൻ്റെ ചിന്ത. കാരണം ഞങ്ങളുടെ ദാവീദ് രാജാവിനെ അറിയാമോ? പുള്ളിയെപ്പോലെ വിശാല ഹൃദയമുള്ള ഒരാളിനെ ഈ അടുത്ത കാലത്തെങ്കിലും കിട്ടുകയില്ല. അത്ര വിശാല ഹൃദയം. ഞങ്ങളുടെ ഒരു കാലാൽ പടയാളി അടുത്ത കാലത്ത് യുദ്ധത്തിന്റെ മുൻനിരയിൽ വെച്ച് കൊല്ലപ്പെട്ടു. കാലാൽ പടയാളിയുടെ വിധവയുടെ ദുഃഖം മാറ്റാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ജീവിത പങ്കാളിയാക്കിക്കൊണ്ട് വിശാല ഹൃദയം കാണിച്ച ആളാ ഞങ്ങളുടെ രാജാവ്. നാട്ടുകാര് നിന്റെ പാപത്തെ കുറിച്ചറിഞ്ഞ വിശദീകരണം എന്താണെങ്കിലും സർവശക്തൻ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ആ കരം ഉയർന്നിരിക്കും. അനുതപിക്കാൻ തരുന്ന ഒരു വർഷം നിത്യക്ഷമയല്ലെന്ന് വിസ്മരിക്കരുത്. ഒരിക്കൽ കൂടെ ഈ സദസ്സിന് മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരും കാണാത്ത രഹസ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിനെതിരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുമ്പോൾ, വസ്ത്രം കീറി അലറിക്കരയാൻ ദൈവം അവസരം തരുമ്പോൾ അതിനെ മുൻപോട്ട് നീക്കിയാൽ അത് ദീർഘക്ഷമയുടെ കാലം നിത്യക്ഷമയെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപകടം മുൻപിലുണ്ട്. ഒടുവിൽ ദാവീദ് ഈ വിശദീകരണങ്ങൾക്ക് മുൻപിൽ വാൾ കൈപ്പിടിയിലങ്ങ് മുറുക്കി. ആ മനുഷ്യൻ മരിക്കണം, അവന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. ചിലരുടെ പാപത്തിനെതിരെയുള്ള രോഷം കാണുമ്പം എനിക്കും വല്ലാത്ത രോഷം അങ്ങ് ഉണ്ടാകാറുണ്ട്. ഏതായാലും ഫുൾ സ്റ്റോപ്പ് ഇടാതെ നാഥാൻ ദാവീദിന്റെ മുഖത്ത് ചൂണ്ടി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറിയ വാക്കുകളോടുകൂടെ അലറിക്കരയുന്ന സമയം ദാവീദിന്റെ ദൈവസന്നിധിയിൽ അലറിയെങ്കിലും കരഞ്ഞെങ്കിലും ഇനിയും എന്റെ മുൻപിരിക്കുന്ന ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ശിക്ഷയുടെ ചില വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. ഒരിക്കൽ കൂടെ ആ പദം ആവർത്തിക്കട്ടെ. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി അനുതാപത്തിന് മുൻപിൽ ദൈവം ക്ഷമിക്കുമെങ്കിലും
ഒരു തലമുറ കൊണ്ട് പോലും തീരാത്ത വിധത്തിൽ തങ്ങളുടെ ജഡത്തിൽ അനുഭവിച്ചു തീർക്കാൻ ശിക്ഷയുടെ ചില വടികൾ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. സ്തോത്രത്തിന് മുൻപിൽ പാപം വിഴുങ്ങുന്ന ദൈവമല്ല ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം. അനുതാപത്തിന്റെ മുൻപിൽ മാത്രമേ ദൈവത്തിന്റെ കരമുയരൂ. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളെ, 4 ഇരട്ടി വീട്ടിലേക്ക് പകരം വരാൻ തുടങ്ങുകയാണ്. 4 ഇരട്ടി. ഇതാ ബേത്ശേബയിൽ ഉണ്ടായ കുഞ്ഞു മരിച്ചു, 1-ാമത്തെ ഇരട്ടി. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു, 2-ാമത്തെ ഇരട്ടി. അബ്ശാലോം കരിവേലകത്തിൽ കെട്ടിഞ്ഞാന്ന് ചത്തു, 3-ാമത്തെ ഇരട്ടി. അദോനിയ രാജാവ് കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് വസ്ത്രം കീറി ദാവീദ് നിലവിളിക്കുമ്പോൾ, പ്രവാചക, ക്രൂശീകരണം പ്രവചിക്കാൻ ദർശനമുണ്ടെങ്കിലും രഹസ്യ പാപത്തിന്മേൽ കർത്താവിന്റെ കരമുയർന്നാൽ വിധി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല. ഒറ്റ പരിഹാരമേ ഉള്ളൂ, അനുതപിച്ച് കവണ് വീഴുക. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ വിശിഷ്ട ജനതയല്ലായിരുന്നു യഹൂദജാതി? ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടല്ലും കാലഗതിയുടെ കാതലും. ആ ജനതയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. കണ്ണുനീരിൽ മുക്കിയ തൂലിക കൊണ്ട് എഴുതൂ. അലറിക്കരയേണ്ട നിരവധി രംഗങ്ങൾ. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു സംഭവം ഞാൻ ഓർക്കുന്നു. അടുത്ത കാലഘട്ടത്തിൽ യഹൂദനെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് ഉന്മൂലനാശ ക്യാമ്പുകളുടെ എൻട്രൻസിൽ എത്തിച്ചിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്ത പേരുകൾ കഴിഞ്ഞ് അകത്തോക്ക് വിട്ടു. യഹൂദൻ അവന്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞ് വിശ്രമത്തിന് അവസരം നോക്കി ബാത്റൂം അന്വേഷിച്ചു. ഒരാൾ ബാത്റൂം തുറന്ന നിർമൂലനാശ ക്യാമ്പിൽ അകത്തോട്ട് കയറിയപ്പോൾ ടാപ്പ് കണ്ടു. ടാപ്പ് പിടിച്ച് തുറന്നപ്പോൾ പുറത്തേക്ക് ഒഴുകിയത് ഗ്യാസായിരുന്നു, വെള്ളമല്ല, ഗ്യാസായിരുന്നു. അവിടെ അയാൾ മരിച്ചു വീണു. ആ വാതകം പുറത്തേക്ക് പ്രവഹിച്ച് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഒരുപോലെ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുൻപിൽ ആ ചരിത്ര പശ്ചാത്തലത്തിൽ മരിച്ചു വീണു. മരിച്ചു വീണത് ബെൽറ്റിലേക്കായിരുന്നു. ബെൽറ്റ് നേരെ നീങ്ങി കുട്ടകങ്ങളിലേക്ക്, ശവങ്ങൾ കുട്ടകങ്ങളിലേക്ക് മറിഞ്ഞു. കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോര ഉറ്റി ചണ്ടിക്കുമ്പാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് യഹൂദന്റെ പച്ചമാംസം വെള്ളത്തിൽ കുതുകുത കുത്തി തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് വെട്ടിയെടുത്ത നെയ്യ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റപ്പോൾ ഈ ജനത ദൈവത്തിന്റെ സ്വന്തം ജനതയാണെന്ന് ഓർക്കണം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേൽപ്പിക്കുവാൻ തയ്യാറാകുന്നതിന് മുൻപ് എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ എന്ന് നിലവിളിച്ച് പറയാൻ കഴിവുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? നിങ്ങളുടെ അധരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഒരു വായ് പോലും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് ഉയരട്ടെ. ഞാൻ ഇന്ന് രാത്രി എന്നെ മുൻപിരിക്കുന്ന പ്രിയപ്പെട്ട ചോദിക്കട്ടെ, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്നെഴുതിയ യേശുവിന്റെ വാക്കുകൾക്ക് മുൻപിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങൾ എത്ര ഇടങ്ങളിൽ ബലപ്പെട്ടിരിക്കും? ഞാൻ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് ചോദിക്കട്ടെ, നിന്റെ സഹോദരനോട് വല്ലതുമുണ്ടെങ്കിൽ യാഗവസ്തു യാഗപീഠത്തിന്റെ അടുക്കൽ വച്ചിട്ട് അടുത്ത സഭാഹോളിൽ പോയി ആരാധിക്കാനല്ല എഴുതിയിരിക്കുന്നത്, അവിടെ ചെന്ന് നിരന്നുകൊള്ളാനല്ലേ? ഇനിയും പോട്ട്, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവന് നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെങ്കിൽ, അയ്യോ പറഞ്ഞു വിടുന്നതും എഴുതി വിടുന്നതും ഒക്കെ ഓർത്താൽ ആർക്കവന്റെ മുൻപിൽ നിൽക്കാൻ കഴിയും? വിവാഹമോചനം, പുനർവിവാഹം അഡൽട്ടറിയാണ് എന്ന് പറഞ്ഞിരിക്കെ, 3ാമത്തെ ഭാര്യയുടെ 4ാമത്തെ ഭർത്താവിന്റെ കൂടെ ആരാധിക്കാൻ മടിക്കാത്ത ആത്മീയത, എന്തൊരാത്മീയത! മോഹത്തോടെ സ്ത്രീയെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് രാജകീയ ന്യായ പ്രമാണം പറയുമ്പോൾ, മോഹം കത്തുന്ന ഒരു നോട്ടം ഒരു സ്ത്രീയുടെ ശരീരത്തെത്തിയാൽ ഒരു പുരുഷൻ പാപം ചെയ്യുമെങ്കിൽ, ആസ്ഥാനത്തുള്ള ഒരു സ്ത്രീയുടെ കുളി അഭിഷിക്തനായ ദാവീദിനെ തകർത്തെങ്കിൽ, ചില ജീൻസ് ഒക്കെ വലിച്ചു കയറ്റി, ചില ബെന്യനൊക്കെ വലിച്ചിറക്കി,
ശരീരത്തിന്റെ 3/4 പങ്കും നഗ്നത പ്രദർശിപ്പിക്കുന്ന പെൺകുട്ടികൾക്കും മറ്റുള്ളവർക്കും ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം തുറന്നുകൊടുത്ത നമ്മുടെ സഭാ ഹാളുകളിൽ സർവശക്തന്റെ വിശുദ്ധിയുമായിട്ട് എന്ത് ബന്ധം? ഇന്ന് രാത്രി അനുതപിക്കൂ. പാസ്റ്റർ രാജു മേത്രയെ അടുത്ത വേദിയിൽ വിളിക്കണ്ട. എനിക്കെന്റെ സഹോദരിയുടെ ടെലിഫോൺ നമ്പർ അല്ലാതെ ആരുടെയും ടെലിഫോൺ നമ്പറിന്റെ കോണ്ടാക്റ്റുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂതിന് മുൻപിൽ വിളിച്ചു പറയുന്നു, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദൈവശബ്ദമായി ഏറ്റെടുത്ത് മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി മാറും. ഇന്ന് രാത്രി എന്നെ കഴുകണമേ എന്ന് പറയാൻ എത്ര പേർക്ക് ഇവിടെ കഴിയും? എത്ര പ്രിയപ്പെട്ട പറയും, കർത്താവേ എന്നെ കഴുകണമേ. ജ്വലിക്കുന്ന കണ്ണുകൾ ഈ രാത്രി ഇവിടെ ചുറ്റിത്തിരി